ഏവർക്കും സ്വാഗതം. ഈ പാഠപഠനത്തിൽ നമ്മളോടൊപ്പം ചേരുവാനായിട്ട് പാസ്റ്റർ ജാജു ജോസഫ്, പാസ്റ്റർ ബിനോയ് ചാക്കോ അവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം പാസ്റ്റർ. ദൈവീയ ദൗത്യത്തിൻ്റെ അന്ത്യം. നമ്മൾ പലവിധമായ ദൗത്യങ്ങളിൽ പ്രവേശിക്കുന്നവരാണ്, ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അതുപോലെ അതിൽ പരമപ്രധാനമായ ഒരു ദൗത്യമാണ് ദൈവീയ ദൗത്യം. വെളിപ്പാട് പ്രവചനം 1 മുതൽ 7 വരെയുള്ളതായ ഈ ഭാഗങ്ങളിൽ ഈ ദൈവീയ ദൗത്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിൻ്റെ അവസാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിനെ എന്തെങ്കിലും സൂചിപ്പിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഇവിടെ കാണുന്നത്. ദൈവം കർത്താവ് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യം. യേശുക്രിസ്തു അത് ദൂതന്മാരെ ഏൽപ്പിച്ച ദൗത്യം. ദൂതൻ അത് യോഹന്നാന് കൊടുത്ത ദൗത്യം. യോഹന്നാൻ അത് ആസിയിലെ 7 സഭകൾക്ക് കൊടുക്കുന്ന ദൗത്യം. വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ലോകത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളെ ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന യോഹന്നാനെ അറിയിക്കുകയാണ്. അപ്പം ദൗത്യം കൈമാറി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ കാലത്തിൻ്റെ അന്ത്യത്തിലും ദൈവത്തിന് തൻ്റെ ജനത്തോട് യഥാർത്ഥമായൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഏതെങ്കിലും ഒരു പ്രാദേശിക മേഖലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. മറിച്ച് ആ ദൗത്യം കൈമാറി ദൈവത്തിൻ്റെ ആത്യന്തിക ദൗത്യത്തെ വിളിച്ചറിയിക്കുന്നതായിരിക്കണം. ആത്യന്തിക ദൗത്യത്തിലേക്ക് വഴിതിരിക്കുന്നതായിരിക്കണം നമ്മുടെ മേൽ കടന്നു വരുന്ന ഓരോ ദൗത്യങ്ങളും എന്ന്. അതാണ് ഇവിടെ യോഹന്നാനിലൂടെ ദൈവം തൻ്റെ ജനത്തെ അറിയിക്കുന്നത്. ആസിയയിലെ അല്ലെങ്കിൽ 7 സഭകൾക്ക് നൽകുന്നതായ ഒരു ഉത്തരവാദിത്വം, ആ സഭകളുടെയായ തന്മ, അതിൻ്റെ നിലവാരം, അത് എപ്രകാരം വേണം ഈ പരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ, അതിൻ്റെ കുറവുകൾ, ഇതിനെല്ലാം അവിടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അന്ത്യ കാലഘട്ടത്തിൽ ലൗദീക്യ സഭയുടെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ നമ്മൾക്ക് നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമുക്കുള്ളതായ വെല്ലുവിളികൾ, ദൈവീയ ദൗത്യം അവസാനിപ്പിക്കുവാനായിട്ട് സമയമായി എന്നുള്ളൊരു താക്കീതും കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനമാക്കി ഈ ദൗത്യത്തിൻ്റെയും അതുപോലെ വീണ്ടെടുക്കപ്പെട്ടവരുടെയായ അവർക്ക് ലഭിച്ചതായ ആ ഒരു തലവാചകം, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് എപ്രകാരം ഒരുങ്ങിയിരിക്കണമെന്നുള്ളതാണ് നമ്മൾ 7 സഭകൾക്ക് കൊടുക്കുന്നതായ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകം പ്രതിപാദിക്കുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുവാനായി അവൻ മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നില്ല. ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വരവിൻ്റെ ഉദ്ദേശം, ഇന്നത്തെ ലവോദിക്ക സഭ, അന്ത്യകാല സഭ, ആ സഭയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും മർമ്മപ്രധാനം. പിന്നെ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന അവസ്ഥ. ഈ 2 അവസ്ഥയിലേക്ക് നാം പ്രവേശിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയുവാൻ കഴിയുന്നത് നാം ദൈവവുമായി ഒരു അനുരൂപപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴത്തേന് ദൈവം നമുക്കൊരുക്കുന്ന നിത്യരാജ്യം നമുക്ക് സുനിശ്ചിതമാണ്, അല്ലെങ്കിൽ ഉറപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പലപ്പോഴും ആത്മീയ ഗോളത്തിൽ എന്താണ് നാം കാണുന്നത് എന്ന് വെച്ചാൽ, നാം ആത്മീയരാണ് എന്ന് സ്വയമേ അഭിമാനിക്കുന്നതിലുപരിയായിട്ട് ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം ദൈവികതയെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ യഥാർത്ഥമായി ഒരു ദൈവിക സ്വഭാവത്തിൻ്റെയും ദൈവിക ദർശനത്തിൻ്റെയും പ്രതിനിധിയായി നമുക്ക് മാറുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാറുന്ന വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥമായിട്ട് ദൈവിക സ്നേഹം എന്തെന്നും ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തെന്നും തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം, ദൗത്യത്തിൻ്റെ അവസാനം, അന്ത്യം, നമ്മൾ വെളിപ്പാട് പ്രവചനം
അതിൽ 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ പരമപ്രധാനമായ വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ ഒരു ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ആഹ്വാനം അതിലുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് 14-6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സകല ജാതി, ഗോത്രം, ഭാഷ, വംശം ആയവർ ദൈവത്തിന് ദൗത്യം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ദൗത്യം എന്താണെന്ന് ഇവിടെ പറയുകയാണ്. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ആ ദൗത്യം, അത് സകല മനുഷ്യരിലും നിക്ഷിപ്തമാണ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ദൗത്യം, ഒന്നാമത്തെ ദൗത്യം അതാണ് കാണുന്നത്. രണ്ടാമത്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നിർദ്ദേശിക്കുന്നു. അതും ദൗത്യമാണ്. ദൈവത്തെ അതൊരു സകല മനുഷ്യരോടുള്ള ദൈവിക ദൗത്യമാണത്. കാരണം ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ദൈവം, സകല മഹത്വത്തിന് യോഗ്യനായ ദൈവം, ആ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടക്കണം ദൈവം ആവശ്യപ്പെടുന്നു. മൂന്നാമത്, സകലവും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൗത്യം. ആദ്യത്തെ ദൗത്യം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനാണ്. രണ്ടാമത്തെ ദൗത്യം ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. മൂന്നാമത്തെ ദൗത്യം സകലവും സൃഷ്ടിച്ച ദൈവം, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ, ആരാധിക്കാനുള്ള ദൗത്യം. ഈ ദൗത്യം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വലിയ ദൗത്യം പരമേൽപ്പിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ദൗത്യത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും വായനക്കാരിലും കേൾവിക്കാരിലും ഒക്കെ ആരെങ്കിലും ഈ ദൗത്യത്തിൻ്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ ദൗത്യ പൂർത്തീകരണത്തിനായി അവൻ കാതോർക്കുന്നു. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം. അത് നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്, ദൗത്യത്തിൻ്റെ അന്ത്യം എന്നുള്ളതായ വലിയ വിലയേറപ്പെട്ടതായ ഒരു ചർച്ചയാണ്. അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാ ഞങ്ങൾ തിരികെ പെട്ടെന്ന് എത്തുന്നു. ദൈവീയ ദൗത്യത്തിൻ്റെ അന്ത്യം എന്നുള്ളതായ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ദൈവീയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ, അതിലുള്ളതായ ദൗത്യത്തിൻ്റെ ആഹ്വാനത്തെക്കുറിച്ച് നമ്മൾ എല്ലാം കണ്ടു. ഇവിടെ ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അത് എന്താ അവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 11:23, എനിക്ക് അനുകൂലമല്ലാത്തവർ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേരാത്തവർ ചിതറിപ്പോകുന്നു. അപ്പോൾ തന്നെ നമുക്കറിയാൻ സാധ്യമാകും, വേദപുസ്തകം നമ്മൾ പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെയും ദൈവത്തിന് അനുകൂലരായി പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തിന് അനുകൂലമല്ലാതെ നിൽക്കുന്നവരൊക്കെ എങ്ങനെയുള്ളവരായി? ചിതറിപ്പോകുന്നവരായിരിക്കും. നമ്മൾ പഠിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇന്ന് പ്രതിപാദിക്കുകയുണ്ടായി, 3 ദൂതന്മാരുടെ ദൂതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടും ഇവിടെ ആവശ്യം. അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നത് മാത്രമല്ല, മറിച്ച് സഹിഷ്ണുതയോടുകൂടി ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുകയും വേണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് ദൈവ പൈതലായി ദൈവ വഴിയിൽ ജീവിപ്പാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ വേദഭാഗം പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ആണെങ്കിൽ എന്താണ് ദൈവം പറയുകയാണ്, അവരെ ദൈവം എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയുണ്ടാകും എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. പല വിധത്തിലുള്ള മതവിഭാഗത്തിലുള്ള ജനങ്ങളുണ്ട്, അനേകരുണ്ട്. പലരും ചിലർ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്, ചിലർ ആരാധിക്കാത്തവരുണ്ട്. പലരും പലവിധമായ കാഴ്ചപ്പാടുകളിൽ ഉള്ളവരുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വസിക്കുന്നതായ വ്യത്യസ്തമായ ജനങ്ങളുണ്ട്. അവരുടെ സംസ്കാരം, രീതികളെല്ലാം. ഇവർ എങ്ങനെയാണ് ദൈവീയമായ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പാസ്റ്റർ പറഞ്ഞ പോലെ പല പശ്ചാത്തലങ്ങളിലും പല വ്യത്യസ്തമായ നിലപാടുകളിലും സാഹചര്യങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരെ ദൈവ ദൗത്യത്തിൻ്റെ, ദൈവ സ്നേഹത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നാം അവരെ സ്നേഹിക്കാൻ തയ്യാറാകണം. അപ്പം ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നവൻ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പം സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ എന്നാണ് ആപ്തവാക്യം. അപ്പം ഈ സ്നേഹത്തിലല്ലാതെ മറ്റ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ നമുക്ക് ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ
സാധിക്കുകയില്ല. അവർ ഈ സത്യം മനസ്സിലാക്കണമെങ്കിൽ, അവർ ദൈവത്തെ അറിയാൻ ഇടയാകണമെങ്കിൽ നാം അവരെ സ്നേഹിക്കുവാൻ തയ്യാറാകണം. അപ്പം എല്ലാറ്റിലും ഉപരി അതാണ് ദൈവം മനുഷ്യവർഗത്തിനോട് കാണിച്ച ആ വലിയ സ്നേഹം. ആ സ്നേഹം തിരിച്ച് നമ്മുടെ സമസൃഷ്ടങ്ങളോട് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ സ്നേഹിച്ചാൽ ലോകം നിസ്സംശയം പറയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. അപ്പം സ്നേഹത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, വെളിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലും രാജ്യങ്ങളിലും സാഹചര്യങ്ങളിലും കഴിയുന്നവരെ ഈ ഒരു ദൈവിക പദ്ധതിയിലേക്ക്, ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഉള്ളൂ. നമ്മൾ അനേക വ്യത്യസ്ത ഭാഷകൾ ഉള്ളവർ, പ്രദേശങ്ങളിലുള്ളവർ, സംസ്കാരത്തിലുള്ളവർ ഒക്കെ അവരെല്ലാവരെയും ഒരേ ഒരു വാക്ക് എന്താണ്? സ്നേഹം, ലവ്. ആ സ്നേഹത്തിലൂടെ മാത്രമേ എത്രത്തോളം വ്യത്യസ്തതകളോടുകൂടിയുള്ളവരെ ഒരു ഐക്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടു. ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 7 അതിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? 2 കൊരിന്ത്യർ 13-ന്റെ 7-ാമത്തെ വാക്യവും പറയുന്നത് അതുതന്നെയാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും മർമ്മപ്രധാനമായിട്ടുള്ളത്. കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യേണ്ട ഏത് പ്രവൃത്തിക്കും മുഖ്യമായിട്ടുണ്ടാകേണ്ടത് സ്നേഹമാണ്. അത് സ്നേഹം നമുക്ക് നിർവ്യാജം നൽകുവാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് പാസ്റ്റർ വളരെയധികം പ്രതിപാദിക്കുകയുണ്ടായി. സ്നേഹം എപ്രകാരമായിരിക്കണമെന്ന്. നിർവ്യാജ സ്നേഹത്തിൻ്റെ ഉടമയായി നാം മാറുമ്പോൾ മാത്രമേ നമ്മൾ ദൈവീകത ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ ദൈവം അഥവാ ക്രിസ്തു നിർമ്മലനായിരിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന് സ്നേഹിക്കുവാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിലനിൽക്കുമ്പോഴത്തോളം കാലം നമ്മിലും അപ്രകാരമുള്ളതായ സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അവർ യഥാർത്ഥമായ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരുന്നത്. നമുക്ക് കാണുവാൻ സാധ്യമാകും, പലപ്പോഴും ദുർശീലങ്ങളുള്ളതായ മദ്യപാനവും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായവർ, മറ്റ് കുടുംബ പ്രശ്നങ്ങളിൽ ചെന്ന് ഉഴലുന്നവർ, മറ്റ് പ്രതിസന്ധികളിൽ വീണ് നട്ടം തിരിയുന്നവർ, മക്കളെ നഷ്ടപ്പെട്ടതായ മാതാപിതാക്കൾ, ഇപ്രകാരമുള്ള ആളുകളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്ന അവരെയൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തണമെങ്കിൽ ആദ്യമേ അവർക്ക് സ്നേഹവും അതിനോടൊപ്പം സ്വാന്തനവും പകർന്നു നൽകുമ്പോൾ മാത്രമേ അവർ അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുകയുള്ളൂ. പലപ്പോഴും നഷ്ടബോധം ഉണ്ടാകുന്ന ആളുകൾക്ക് മനം തിരിയുവാൻ വളരെയധികം പ്രയാസമുണ്ട്. എന്നാൽ സ്നേഹവും താഴ്മയോടുള്ളതായ ഇടപെടലുമൊക്കെയാണ് അവരിലേക്ക് സ്വാന്തനം പകരുവാനും അവർ ദൈവത്തെ അറിയുവാനും ഇടയായിത്തീരുന്നത്. 1 കൊരിന്ത്യർ 13 അധ്യായം എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ വലിയൊരു പട്ടിക തന്നെ നിരത്തിയിട്ടുണ്ട്. അവിടെ പറയുന്നു, സ്നേഹം ഇല്ലായെങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൽ കൂടി മാത്രമേ നമുക്ക് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സ്നേഹത്തിലൂടെ നമുക്ക് അനേകരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിന് അതിരുവരമ്പുകളൊന്നും തന്നെ ഇല്ല. നമുക്കറിയാം, എത്രയോ പേർ അല്ലേ, വടക്കേ ഇന്ത്യയിലുള്ളവർ തെക്കുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു, ഇവിടെ നിന്ന് വിദേശത്തുള്ളവർ വിവാഹം ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്, ഇത് തന്നെ വ്യത്യാസമായിരുന്നാലും when they love each other, they are able to really commit themselves for their family life. സ്നേഹത്തിൻ്റെ മുൻപിൽ കുറവുകളില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചാൽ ആളുകളുടെ എന്താ പറയുക, രൂപസാദൃശ്യമോ ആളുകളുടെ വലിപ്പമോ ചെറുപ്പമോ അതൊന്നും നോക്കുന്നില്ലല്ലോ. സ്നേഹത്തിൻ്റെ മുൻപിൽ യാതൊരു കുറവുകളും അത് കാണപ്പെടുന്നില്ല. അവയൊക്കെ നികത്തപ്പെടുകയാണ് ഉണ്ടാകുന്നത്. എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, അയോഗ്യമായി നടക്കുന്നില്ല. അപ്പോൾ എല്ലാറ്റിനും ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത സ്നേഹത്തിൽ ഒരു വ്യക്തിയായിത്തീരുമ്പോൾ ഉണ്ടാകും. അവിടെ മതമോ രാഷ്ട്രീയമോ അവിടെ ഭാഷകളോ അവിടെ മറ്റ് ആൺപെൺ വ്യത്യാസമോ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്ന
ഏക സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹത്തിന് മാത്രമേ ലോകത്തെ കീഴ്പ്പെടുത്താൻ ഒക്കത്തുള്ളൂ. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ഈ ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തുടരുന്നു. ദൈവീയ ദൗത്യത്തിൻ്റെ അന്ത്യം എന്നുള്ളതായ ഈ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ദൈവീയ ദൗത്യത്തിൻ്റെ അന്ത്യം. ഇവിടെ ഈ ദൈവീയ ദൗത്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, അവസാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ, നമുക്ക് വെളിപ്പാട് പ്രവചനം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ ഭാഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്താണ് പരാമർശിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കൽ പോലും മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. കാരണം ആ ദൗത്യം പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എത്ര ശ്രേഷ്ഠകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. നമ്മൾ ഏദൻ പർദീസയിൽ കണ്ട ആ ദൈവ സാന്നിധ്യം പാപത്തിൻ്റെ ഫലമായി എന്നേക്കുമായി മനുഷ്യരിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കാരണം അവിടെ ഏതു സമയത്തും ദൈവം മനുഷ്യനുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുമായിരുന്നു. എന്നാൽ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളഞ്ഞു. പിന്നെ നാളുകളായി ദൈവത്തിന് സാന്നിധ്യം ഇല്ലാതായി. പിന്നെ സമാഗമന കൂടാരത്തെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമായിരുന്നു. പിന്നീടൊക്കെ നമ്മൾ കാണുമ്പോഴും യാഗാദി കർമ്മങ്ങളിൽ. എന്നാൽ ഈ നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്ന ആ നിരന്തരമായ സംസർഗം വീണ്ടും ദൈവം പുനഃസ്ഥാപിക്കുകയാണ്. എങ്ങനെയാണ്? സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം മനുഷ്യരോട് കൂടെ തൻ്റെ സിംഹാസനം ഇറങ്ങി വരികയാണ്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. ആ കൂടാരം വരുമ്പോൾ മനുഷ്യന് ദൈവം അപ്രാപ്യനല്ല. ഏതു സമയത്തും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ രുചിച്ചറിയുവാൻ, ദൈവത്തെ തൊടുവാൻ, ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാനൊക്കെ കഴിയുന്ന അവസ്ഥയിലേക്ക് ദൈവം അത്രമാത്രം മനുഷ്യൻ്റെ ഇടയിലേക്ക് വന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം താൻ അവരുടെ ദൈവമായി എന്നേക്കും അവരുടെ മധ്യവസിക്കും. അവർക്ക് വിശക്കുകയില്ല, അവർക്ക് ദാഹിക്കുകയില്ല, അവർക്ക് ക്ഷീണം വരികയില്ല. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ആ നിത്യ സൗഭാഗ്യം അതിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടി ദൈവം തന്നെ ദൗത്യത്തെ പര്യവസാനിപ്പിക്കുന്ന എത്ര ശ്രേഷ്ഠകരമായ നിലയിലാണ്. അതാണ് ആ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനോട് കൂടെ വസിക്കുന്നു. ദൈവം അവരുടെ ദൈവമായിരിക്കുന്നു. അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകാതെ വണ്ണം പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, ആ അനുഭവത്തിലേക്ക് ദൈവം അവരെ സദാകാലത്തേക്കും നയിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുകയാണ്. ആ 21-ന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യ ഭാഗം പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതാണ്. 1-ാമത്തെ വാക്യം പറയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് തന്നെ, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ഭൂമിയിലേക്ക് നാം വസിക്കുവാൻ വരികയാണ്. സ്വർഗീയ വാസത്തിന് ശേഷം 1000 വർഷം നാം ദൈവത്തോടൊപ്പം വസിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് വരികയാണ്. അന്നേരം ഇവിടെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഇനിയും ഈ ഭൂമിയിൽ കാണുന്നത് പോലെയുള്ളതായ ആരാധന രീതികളോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതായ ആരാധനക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇനിയും ഉണ്ടാകുന്ന സ്വർഗത്തിൽ ഉണ്ടാകുകയില്ല. ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവം, ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം, ദൈവവുമായിട്ട് നേരിട്ട് സംവദിക്കുവാനുള്ളതായ അനുഭവം, ദൈവവുമായിട്ട് നമുക്ക് മുഖാമുഖം കാണുവാൻ ഇന്ന് വരെയും ആദവനും ഹവ്വയ്ക്കും ലഭിച്ചിരുന്നതായ ആ അവസ്ഥ പിന്നീടുള്ള ഒരു തലമുറയ്ക്കും ലഭിച്ചിട്ടില്ല. കാരണം അവർക്ക് ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിഞ്ഞില്ല. ആദവും ഹവ്വയും പാപം ചെയ്തതോടുകൂടി ദൈവം എന്നേക്കുമായിട്ട് മനുഷ്യരാശിക്ക് മറയപ്പെട്ട് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെയും നമ്മുടെ ദൈവിക സാന്നിധ്യം മാത്രം അനുഭവിച്ചറിയുകയായിരുന്നു. ദൈവത്തെ ഒരിക്കലും മുഖാമുഖം ഒരു മനുഷ്യനും കണ്ടില്ല. നമ്മൾ പറയും, പലരും ദൈവത്തോടൊപ്പം നടന്ന ആളുകളെക്കുറിച്ചൊക്കെയും പറയും. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് പറയുമ്പോഴും ദൈവിക സാന്നിധ്യത്തിൽ നടക്കുകയായിരുന്നു. ദൈവത്തെ മുഖാമുഖം ദർശിച്ച് നടക്കുകയല്ലായിരുന്നു, മറിച്ച് ദൈവിക സാന്നിധ്യത്തിൽ നടക്കുകയായിരുന്നു. മോശ ദൈവിക സാന്നിധ്യത്തിൽ നടക്കുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തോടൊപ്പം ആയിരുന്നവരൊക്കെയും ദൈവിക സാന്നിധ്യത്തിലായിരുന്നു. എന്നാൽ ആ അവസ്ഥ മാറി
പുതിയ യെരൂശലേമിൽ നാം ദൈവത്തോടൊപ്പം ജീവിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് ഏതനിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ എപ്രകാരം ദൈവത്തെ കണ്ടുവോ അപ്രകാരം ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഈ ദൈവീയ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ അതിൻ്റെ അന്ത്യം ആയിട്ട് പൗലോസിൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ പൗലോസ് എന്താണ് അതിനെക്കുറിച്ച് സഭ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തുന്നതെന്ന് പൊതുവായിട്ട് പറയാൻ പറ്റും? പൗലോസ് വിശ്വാസികൾക്ക് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും ആണ്. കാരണം വേറൊരു ഭാഗത്ത് പൗലോസ് പറയുന്നത് ഈ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ചേരാൻ കാക്ഷിക്കുന്ന ഒരനുഭവം. അപ്പം നമ്മുടെയൊക്കെ പ്രത്യാശ കർത്താവിലാണ്. അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെയും എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മെ അന്ത്യം വരെയും വഴി നടത്താൻ പ്രാപ്തനായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഒരുപക്ഷെങ്കിൽ നമ്മൾ ഇന്ന് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലായിരിക്കാം. പക്ഷെങ്കിൽ ആ ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വന്ന് വസിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം നമ്മെ അവിടുത്തെ രാജ്യവും പുരോഹിതന്മാരും ആക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് നാം വെളിപ്പാടിൽ കാണുന്നത്. ആ ഒരു പ്രസ്താവനയാണ് പൗലോസും പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം. പൗലോസ് തൻ്റെ ദൗത്യം പര്യവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു. ആ ദൗത്യം തന്നെ ഏൽപ്പിച്ച ദൗത്യം തികച്ചു എന്ന അഭിമാനത്തോടെ അദ്ദേഹം പറയാണ്. ആ ദൗത്യം തികച്ചതുകൊണ്ട് ആ നീതിയുള്ള കർത്താവ്, ആ ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് പ്രതിഫലം തരും. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ദൗത്യ പൂർത്തീകരണത്തിനായി വിളിക്കപ്പെട്ട് ആ ദൗത്യം പൂർത്തീകരിക്കുന്ന ഏവർക്കും ആ ഒരു അവസരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അനുഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് നടത്തുന്നത്. ദൈവം പകരുന്നു. അതെ, ഒരു വാക്ക് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹപൂർണമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം അത് പൂർത്തീകരിക്കുക എന്നുള്ളതായ ആ വലിയൊരു പാഠം ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ ദൈവമിടയാക്കി. കേൾവിക്കാരായ മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അടിയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തുടർന്നും അങ്ങയുടെ കരങ്ങളിൽ എല്ലാവരെയും വഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണം. മാനവും മഹത്വവും കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകിച്ച് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. മാന്യപ്രേക്ഷകരെ, വളരെ മനോഹരമായ ഒരു പാഠപഠനമാണ് നമുക്കിന്ന് ലഭിച്ചത്. ഇത് നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിന് ഉത്തേജനം പകരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.